ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം കാര്യങ്ങളൊക്കെ ആയോ, അസൈൻമെൻറ്റൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസൈൻമെൻറ്റൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അതായിരുന്നു കുറച്ച് ദിവസം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും കാണാണ്ടിരുന്നത്. ഓക്കെ, ഞാൻ തിരക്ക് പിടിച്ച് എഴുതിയിട്ട് 10 അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ തിരക്ക് പിടിച്ച് എഴുതിയിട്ട് ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു. PSCയും ഡിഗ്രിയും ഒന്നും പഠിക്കേണ്ട റെസ്റ്റ് എടുത്തു. അതാണ് സത്യം. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാണ്ടിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ചോദിച്ചതിലൊക്കെ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് മാർക്ക് ഇമ്പ്രൂവ് ആക്കാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ. കാരണം എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഇത്ര മാർക്ക് കിട്ടണുള്ളത്, 25 മാർക്ക് 30 മാർക്ക് ഇതിൽ കൂടുന്നില്ല, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പഠിക്കാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, കുറേ പേര് സജസ്റ്റ് ചെയ്തതാണ് എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ. ഞാൻ കുറേ വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഫസ്റ്റാണ് കാണുന്നുണ്ടെങ്കിൽ ഇവർ മുന്നത്തെ വീഡിയോ പോയിട്ട് കാണുക. ജസ്റ്റ് അതിൽ ടൈം ടേബിളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കാണാം കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. ഓരോ ടൈം ടേബിൾ, സെൽഫ് സ്റ്റഡി, ബിഗിനേഴ്സ് കാണേണ്ട അങ്ങനത്തെ വീഡിയോ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ തരാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും പറ്റില്ല, ഇതിൽ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് മൈൻഡൊക്കെ ക്ലിയർ ആക്കി നമുക്ക് പറ്റും, നമ്മളെക്കൊണ്ട് പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറ്റും. ഓക്കെ, നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല, നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും പഠിക്കാനില്ല. ഓക്കെ, ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട ഒരാളാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണും. കാരണം വീട്ടമ്മമാർ അതുപോലെ കോച്ചിങ്ങിനൊക്കെ പോവാതെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെയൊക്കെ കുറേ വീഡിയോസ് കാണും. നിങ്ങളൊക്കെ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം അവർ ജോലി ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട, വെറുതെ ഇരുന്നിട്ട് പഠിച്ചിട്ട് അങ്ങനെയുള്ളവരെ ഞാൻ കാണാറില്ല. കാരണം അവർ ഇതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും കാര്യമില്ല പറയണേ, എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രിയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൂടെ ഞാൻ PSC കൊണ്ടുവന്ന് പറയാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഡിഗ്രിക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള എക്സാംസും കാര്യം ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യണില്ല. ഏതെങ്കിലും ഒരു എക്സാം അതിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് അതിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വലിയ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രീൻ്റെ ആ ബേസിലുള്ള എക്സാംസ് എഴുതാമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡിഗ്രി ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഡിഗ്രീന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ജൂണിലും ജൂലൈയിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ സപ്ലി എഴുതണം, അതിന് വേറെ എഴുതണം. കാരണം വർഷത്തിൽ എനിക്ക് 2 എക്സാമാണ്. 2 എക്സാം മീൻസ് ജൂണിലും ഡിസംബറിലും രണ്ടുമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ജൂണിൽ എക്സാം എഴുതിയിട്ട് പിന്നെ അടുത്ത ജൂണിൽ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയും എഴുതാം. അപ്പോൾ ഇതിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി ഭാരം കൂടും. അപ്പം ഞാൻ ഈ ജൂണിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യിക്കാൻ എനിക്ക് PSC മാത്രം നോക്കാമല്ലോ പറഞ്ഞിട്ടാണ് അല്ലേ. ഭാഗ്യം ചെയ്യണ പിള്ളേരൊക്കെ ഉണ്ടാവും കേട്ടോ. PSCക്ക് മാത്രം ഇരിക്കാൻ പറഞ്ഞ പിള്ളേർ, അവർക്കൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അവരത്തൊക്കെ അസൂയാണ്. കാരണം നമുക്കിതൊക്കെ ചെയ്യണ്ടേ. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലത്തെ പണികൾ ചെയ്യണം, അവരുടേതായ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം PSCക്ക് ഇരിക്കാൻ. അല്ല, മാരേജൊക്കെ കഴിഞ്ഞ് മുന്നേ നിങ്ങൾ പഠിച്ച് ജോലി ആക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയും. കാരണം മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറയുന്നത്, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലക്ക് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരും ഉണ്ടാവും. അല്ല, ചിലപ്പോൾ അവിടുത്തെ സാഹചര്യം വേറെ ആയിരിക്കും. നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കണ പോലെ ആയിരിക്കില്ല മാരേജ് കഴിഞ്ഞാൽ അവിടുത്തെ വീട്ടിൽ പോയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് മാരേജിന് മുന്നേ പഠിച്ച് ജോലി വാങ്ങുകയാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ പിന്നീട് ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു ജോലി ഉണ്ടല്ലോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ട്, നമ്മൾ പഠിച്ചു വാങ്ങിയ ജോലിയല്ലേ, അതിന് അതിൻ്റേതായ അന്തസ്സ് വേറെ തന്നെയായിരിക്കും.
ആയിരിക്കും, എന്തായാലും ഷുവറാണ്. കാരണം ഒരു ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് ഒരു വണ്ടി എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അല്ലാത്ത സാധനത്തിൽ നമ്മൾ കയറുക അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത ഡ്രസ്സ് ഇടുക ചെയ്യണമ്പോൾ അങ്ങനെ ചെയ്യണതും നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ അധ്വാനത്തിൽ വാങ്ങിച്ച കാറോ ബൈക്കോ എന്തോ ആവട്ടെ, ഡ്രസ്സോ, അത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ വണ്ടിയിൽ പോകുമ്പോഴോ ആ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയായിരിക്കും. ഞാൻ പറയുക വേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നന്നായി ഇപ്പോഴേ പരിശ്രമിച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരുന്നു ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കണില്ല. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറേ പേര് നമ്മളെ തള്ളി പറയാനുണ്ടാവും. ഓക്കെ, ഞാനൊക്കെ കുറേ കേൾക്കണതാണ്. ഇതിനു വേണ്ടി എല്ലാവരുടെ വിചാരം PSC ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് എക്സാംസിനൊക്കെ വരുന്ന കുറേ പേരുടെ ചിന്തയുണ്ട്. നമ്മുടെ പ്രായക്കാരുടെ എല്ലാം ഞാൻ പറയുന്നത്, അല്ലാതെ PSCക്ക് ഇരിക്കുന്നവരുടെ കാര്യമില്ല, പുറമേ നിന്ന് നമ്മളെ നോക്കണ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ വിചാരം എങ്ങനെയാണ്. പക്ഷെ അവർ പലതും പറയും. അവരെന്തെങ്കിലും പറയട്ടെ, അവരെന്ത് വിചാരിക്കും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഠിത്തം മുടക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് വിചാരിച്ചാലും നമുക്കൊന്നുമില്ല, അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് അതൊന്നും എടുക്കാണ്ടിരിക്കുക, അതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമാണ് അതനുസരിച്ചിട്ട് പോണത്. ഓക്കെ, അപ്പോൾ അവരുടെ അവഗണനയും കുറ്റപ്പെടുത്തലൊക്കെ നമുക്ക് അവസാനം അവർക്കൊരു എന്താ പറയുക, നമ്മുടെ പോസിറ്റീവായിട്ട് ഒരു തിരിച്ചടി നമുക്ക് ജോലി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടല്ലേ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ആ ജോലി വാങ്ങിക്കാനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് മോട്ടിവേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആവണം എന്നില്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. വേറൊരു കാര്യം, പറ്റുന്നവരെടുക്കുക കേട്ടോ. എല്ലാവരുടെ വാക്കും എല്ലാവരും കേൾക്കണം എന്നില്ല. എന്നെ ഇഷ്ടമുള്ളവർ എൻ്റെ വാക്ക് കേൾക്കണവർ, എനിക്ക് കുറേ പേരുണ്ട്. കമൻസൊക്കെ കുറേ ഇരുന്ന് വായിക്കാറുണ്ട്, പറ്റുന്ന കമൻറ്റിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, കുറേ പേര് ട്രിക്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ടൈം ടേബിൾ ചോദിക്കാറുണ്ട്, ഓരോരുത്തർക്ക് ഞാൻ പേഴ്സണലായി അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ അത് കണ്ടോ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. കാരണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഓക്കെ, പഠിക്കാൻ പറ്റിയില്ല, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ചിലപ്പോൾ ചിലവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. പരിപാടി വീട്ടിലാണെങ്കിൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് വേണ്ട. അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും, നമുക്ക് സോഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, എന്തൊക്കെയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ ടൈം കിട്ടാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് ചെറിയൊരു ട്രിക്ക്. അത് മാത്രമല്ല, അതിൽ വലുതായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുക. ഞാൻ മുന്നത്തെ വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം സമയത്ത് ബൾക്കായിട്ട് പഠിക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്ക് നമുക്ക് ആ സമയത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടും കറണ്ട് അഫയേഴ്സ് കുറേ PSCയുടെ എന്താ പറയുക മെയിൻ ടോപ്പിക്കുകളില്ലേ, ഏതൊക്കെയാണ്, മറ്റേ നൊബേൽ, ബ്രിക്സ്, സാഹിത്യ പുരസ്കാരം, ഒളിമ്പിക്സ്, ഓസ്കാർ, അതുപോലെ G20, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഇങ്ങനെ കുറേ കിടക്കുകയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും. എനിക്കൊക്കെ കുറേ പെൻഡിങ് വന്നിരിക്കുകയാണ്. എനിക്കത് നോക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു ബുക്ക് എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഞാൻ എപ്പോൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതായത് ഞാൻ അനുഭവിച്ചുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഒരു കുറച്ച് പഠിച്ചാൽ മതി. കാരണം തുടങ്ങുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ മുന്നേ, ഒരു 6 മാസം മുന്നത്തെ, അല്ലെങ്കിൽ 2024 പകുതിക്കെന്നുള്ളത് നിങ്ങൾ അത് പഠിച്ചു തുടങ്ങും. ഓരോ മാസം, ഇപ്പോൾ ജൂൺ മാസം 2024 ജൂണത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചു തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ജനുവരി തന്നെ നിങ്ങൾ പഠിക്കും. 2025 ജനുവരിത്തെ പഠിക്കുക. ഇല്ലെങ്കിൽ 2024 ഡിസംബർ തൊട്ടിട്ട് പഠിക്കുക. ഡിസംബറിൽ തന്നെ കുറേ മരണപ്പെട്ടവരുണ്ട്, അവരുടെ പേര്, അവർ ജനിച്ച വർഷങ്ങൾ, അങ്ങനെയൊക്കെ പഠിക്കുക. നമ്മുടെ മൻമോഹൻ സിംഗ് മരിച്ചു, അതുപോലെ MT മരിച്ചു, അങ്ങനത്തെ കുറേ കറണ്ട് അഫയേഴ്സ് ആ മാസത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് പറ്റുന്നൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഷുവറാണ് എന്തായാലും ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഓസ്കാർ, G20,
അല്ലെങ്കിൽ എഴുത്തച്ഛ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, നൊബേലിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെ നിന്നാണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. വേറെ 10 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വാങ്ങിച്ചാലും വരാം. ചില എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനുണ്ട്. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ഭാരമാണ് അവിടെ ഒഴിഞ്ഞു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് സോഴ്സും കാര്യങ്ങളും യൂട്യൂബ് കാണിച്ചാലും ഞാൻ ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റിയാണ് ഓരോ ചാനലിനെയും കുറിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സിനൊന്നും ഒരു ചാനലും ഞാൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. ചാനൽ ഇത് പോയി കാണുക അത് പോയി കാണുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ പോലും ഒരു ചാനലിൽ മാത്രമല്ല കറണ്ട് അഫയേഴ്സൊക്കെ എടുക്കുക. കാരണം ഞാൻ ഇപ്പോൾ ഇതാ തൊഴിൽ വീതിയുണ്ട്, തൊഴിൽ വാർത്തയുണ്ട്, അതുപോലെ തന്നെ ഇതാ PSC ബുള്ളറ്റിനുണ്ട്. ഇതിൻ്റെയൊക്കെ കറണ്ട് അഫയേഴ്സ്, പിന്നെ പത്രം, ഡെയിലി പത്രം വായിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. സ്പോർട്സ് പേജ് നമുക്ക് വേണ്ട പത്രം, നിങ്ങൾക്ക് പത്രം വായിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ PSCക്ക് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള പേജ് അല്ലെങ്കിൽ ഹെഡിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ജസ്റ്റ് വായിക്കുക. അത് നിങ്ങൾ കട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തവർ കട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ഫോൺ ഉണ്ടാവുമല്ലോ. ഫോൺ നോക്കിയിട്ടിരിക്കുന്ന സമയം നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കറണ്ട് അഫയേഴ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്ങേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ആ വായിച്ച സമയത്ത് നമുക്ക് തലയിൽ കയറില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എവിടെന്നാ എങ്ങനെയാണ് നമുക്ക് ഭാഗ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒന്ന് ഓർത്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ, എക്സാം സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ എത്ര ഉപകാരമായിരിക്കും നമുക്ക്. ആ ഒരു സമയത്ത് അതേപോലെ ബബിൾസ് ഉണ്ടാവും നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ എന്താണ് കേട്ടോ, ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ OMR ഷീറ്റാണ് ബാലൻസ് ഷീറ്റ്. അസൈൻമെൻറ്റ് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയണത്, സോറി, OMR ഷീറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 100 നമുക്ക് തരുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ നമുക്കൊന്ന് ബബിൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുമല്ലോ. ആ സമയത്ത് ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു നോക്കി. അങ്ങനെ ആലോചിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ആയി കൊണ്ടുപോകാൻ പറയണത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്ത് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യുക. 1 or 2 ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും എഫക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, കാരണം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ റാങ്ക് ഫയലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ കാരണം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിതും എടുത്ത് മറിച്ച് നോക്കും. ഞാൻ ഇവിടെ എവിടെയോ അതാക്കണം അടയാളങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വേണ്ട ടോപ്പിക്കിന് വേണ്ടിയിട്ട്. അല്ലാതെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മലയാളം, ഇംഗ്ലീഷ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റാങ്ക് ഫയൽ ഇവിടെ എവിടെയോ ഉണ്ട്, അതെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ റാങ്ക് ഫയലൊന്നും അങ്ങനെ നോക്കാറില്ല. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, റാങ്ക് ഫയൽ പഠിക്കണോ ചേച്ചി, അല്ലോ അതാ വേറെ എന്തെങ്കിലും ബുക്സ് പഠിക്കണോ ചേച്ചി എന്ന്. ഞാൻ റാങ്ക് ഫയൽ പഠിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം റാങ്ക് ഫയൽ പഠിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഞാൻ പറയാം, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, റാങ്ക് ഫയലൊന്നും ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾ പുതിയ ആൾക്കാർ റാങ്ക് ഫയൽ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പറയും, ഒന്നല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബുക്ക് വാങ്ങുക, കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് വാങ്ങുക, SCERT NCERT ബുക്ക്. അല്ലാണ്ട് നിങ്ങൾ മെയിൻ 10th ലെവൽ, +2 ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫയൽ വാങ്ങുക ചെയ്യരുത്. അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾ ഈ കാണുന്ന വലുപ്പം തന്നെയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ടോപ്പിക്ക് അറിയണം, അതിൻ്റെ ബേസ് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റണ ഒരു സംഭവമാണ് ഈ റാങ്ക് ഫയൽ എന്നുള്ള ബുക്ക്. എൻ്റെ ഒപ്പീനിയനാണ്, എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇത് ഏത് എഡിഷൻ, ഇത് 2022 എഡിഷനാണ്. എൻ്റെ ബുക്ക് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല, സത്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു LDSൻ്റെ ബുക്ക് കണ്ടില്ലേ, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കുറേ ഞാൻ ഇരുന്ന് വായിച്ച് നോക്കും. കാരണം മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്, കണ്ടോ, 2020 എഡിഷനാണ്. ഇതിലെ മുൻവർഷ ക്വസ്റ്റ്യങ്ങൾ ഒരുപാട് എനിക്ക് എക്സാംസിന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് എപ്പോഴും കൊണ്ട് നടക്കും. എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും ഇത് ഞാൻ എടുത്തിട്ട് പോകും. കാരണം വായിച്ച് നോക്കാൻ വേണ്ടി, നമുക്ക് എഴുതാനും പഠിക്കാനോ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വായിച്ച് നോക്കാൻ വേണ്ടി. കുഞ്ഞു ബുക്കല്ലേ ഇത്, കണ്ടോ, കുഞ്ഞൊരു ബുക്കാണ്. കഥ വായിക്കുകയും നമ്മൾ വേറെ ഏതെങ്കിലും ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് ഞാൻ എടുത്തിട്ട് പോകും. അതുപോലെ തന്നെ ഈ സിവിൽ പോലീസ്, ഞാൻ CPOയുടെ എക്സാം സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായൊരു ബുക്കാണ് ഈ ഒരു പോലീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ക്വസ്റ്റ്യൻ പേപ്പർ അത്രയായിട്ടും ഉണ്ട്. ഇത് വാങ്ങിക്കുകയാണെങ്കിലും പ്രൈം PSCയുടെ നല്ലൊരു ബുക്കാണ് കേട്ടോ. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
ഇതൊക്കെയാണ് ഈ ഒരു റാങ്ക് ഫയലിൻ്റെ കാര്യം ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് റിപ്ലൈ തരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. റാങ്ക് ഫയൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് 2022 എഡിഷനാണ്. ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെ ആണ് കേട്ടോ. കാരണം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2, 3, 4 ആക്കിയത്. 3 എഡിഷൻ ഉണ്ട്, വോളിയം 3 വരെ ഉണ്ട്. ഞാൻ അതിനൊരു 5 ബുക്കാക്കി. അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോച്ചിങ്ങിന് പോയ സമയത്ത് എഴുതിയിട്ട് പോകേണ്ട ഒരു ബാക്ക് പെയിനൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് ലോങ് ഉണ്ട് കോച്ചിങ് ക്ലാസ്സിനൊക്കെ. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ്. ബൈൻഡ് ചെയ്യാൻ കൊടുത്തിട്ട് അങ്ങനെ ആക്കിയതാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 80% ഞാൻ പറയാം ഷുവറാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വരാൻ. ഷുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷുവറാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മലയാളത്തിന് ഇംഗ്ലീഷിന് നോൺ GK പാർട്ട്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഓക്കെ, അതിനും കൂടെ യൂസ്ഫുള്ളായിട്ട് ഞാൻ ഇത് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലത്തെ ബയോളജി ഇല്ലേ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടാവുന്ന ആൻസേഴ്സേ ഉള്ളൂ ഇതിലുള്ളത്. അതായത് ഒരു മിനിറ്റ്, ഇത് കണ്ടോ, ഈ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് തോരണം, ഇതൊക്കെ ബലത്തിൻ്റെ യൂണിറ്റ്, ഇതൊക്കെ നമ്മൾ കേട്ട് ഞാനിത് കേട്ട് എന്ന് പറഞ്ഞ കാരണം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5-6 PSC എക്സാം ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ അപ്ലൈ ചെയ്തിട്ടും കുറച്ചായിട്ടുള്ളൂ, 2 വർഷം ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് എഴുതാൻ പറ്റിയ എക്സാംസ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കൺഫർമേഷൻ കൊടുത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ 2025, 2026 ആയിട്ട് എനിക്ക് ഒരുപാട് എക്സാം വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു PYQ ചെയ്തിട്ടാണ്. എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പേർക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിൽ. അപ്പോൾ അതൊക്കെയാണ് ഇരുന്ന് ഞാൻ വായിച്ചിട്ടും ഇതേപോലെ ചെയ്തിട്ടും തെറ്റാണെങ്കിൽ തെറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ കുറേ, ഇപ്പോൾ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക്, ബലത്തിൻ്റെ യൂണിറ്റ്, പിന്നെ ഗെയിൻ എനർജി അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചലനത്തെ കുറിച്ചിട്ടും. അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഇത്ര മാത്രമൊന്നുമല്ല കേട്ടോ. ബയോളജിയിലും കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് PYQൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. പിന്നെ ഞാനൊരു നെക്സ്റ്റ് മെത്തേഡാണ് PYQ, അതായത് PYQ അല്ല, ഈ നോൺ GK പോർഷൻസ്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നോൺ GK പോർഷൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഫസ്റ്റ് ഇംഗ്ലീഷത്തെ എടുക്കുകയാണെങ്കിൽ അതിൽ ഷുവറായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, 10 മാർക്കിനല്ലേ, അതിൽ ഷുവറായിട്ട് ഇപ്പോൾ ഇഫ് ക്ലോസ് വരില്ലേ, ക്വസ്റ്റ്യൻ ടാഗ് വരില്ലേ, റിപ്പോർട്ടർ സ്പീച്ച് വരില്ലേ, പാസീവ് വോയിസ് വരും, ഇപ്പോൾ സബ്ജക്റ്റ് വരില്ല, കോൺകോഡ് വരും. ഇതൊക്കെ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ടോപ്പിക്കും. അപ്പോൾ സിലബസിലും ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സിലബസും ഒരേപോലെ ആയിരിക്കും. അതിലൊക്കെ ഉള്ള ടോപ്പിക്കല്ല ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ്, സബ്ജക്റ്റ് വെർബിൽ, കോൺകോഡൊക്കെ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തതിൽ നമുക്ക് ഈ ഒരു മാർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞതിന് എത്ര എണ്ണം ഉണ്ട്, ഒരു 6 എണ്ണം ഉണ്ടാവും. ഈ 6 മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? അല്ലല്ല, ഒന്നും നോക്കാണ്ട് പോയിട്ട് അവിടെ വെറുതെ ബബിൾ ചെയ്തിട്ട് വരുന്നേക്കാട്ടും നല്ലതല്ലേ നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിയാൽ മതി. അത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. കാരണം എൻ്റെ ഇപ്പോഴത്തെ സോഴ്സ് അതാണ്. ഞാൻ PYQ തപ്പിയിട്ട് നടക്കും. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റണോ, ആരത്തെങ്കിലും PYQ ഉണ്ടോ ചോദിക്കും, പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ അതായത് ടെലിഗ്രാം ചാനൽ, അങ്ങനത്തെ കുറേ ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. ഇതുണ്ടോ, ഇവിടെയുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഞാൻ അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 64.5 മാർക്ക്, നെഗറ്റീവ് 8 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു PYQൻ്റെ. ഇവിടെയൊക്കെ ഞാൻ മാത്സ് ചെയ്ത് പരിവാക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. ഇതൊക്കെ നിങ്ങൾ PDF ചോദിച്ചാൽ എന്നെ എങ്ങനെ അയച്ചു തരാനാണ്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ PYQൻ്റെ ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞ് ഞാൻ പറയാം, നിങ്ങൾക്കൊരു
എന്താ പറയുക 50% മാർക്ക് എന്ന് ഞാൻ പറയാം. കൂടുതൽ പറഞ്ഞതിന് നിങ്ങൾ പറയുമോ പിന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അവർക്കുള്ള വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം. കാരണം ഇപ്പം എനിക്ക് സമയമില്ല. കാരണം ഞാനും കൂടി നെഗറ്റീവ് അടിച്ചതിന്, കാരണം എൻ്റെ ചാനൽ നെഗറ്റീവ് അടിക്കുന്നവർ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന എനിക്കും പറയാൻ പറ്റും. ഞാൻ നിങ്ങളായിട്ട് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സോഴ്സ്, എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ ഇടുന്ന ടൈം ടേബിൾ, എൻ്റെ സമയം എല്ലാം എൻ്റെയാണ്. ഞാൻ പറയുന്നതാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് എല്ലാ സമയവും ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യമില്ല. നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഞാൻ തർക്കിച്ച ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാളല്ല, 2 പേരുണ്ടായിരുന്നു. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഉള്ളവർ എൻ്റെ ചാനലിൽ വേണ്ട. ഞാനത് ഞാൻ റിപ്പോർട്ട് അടിച്ച് കളയും. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ട. കാരണം എൻ്റെ കുറേ ടൈം ടേബിളും കാര്യങ്ങളും സമയങ്ങളും കാര്യം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കുറച്ച് ടിപ്സ് കാര്യങ്ങൾ പറയുമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഇത് തന്നെ ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട്, കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അവർക്കുള്ള മറുപടിയാണ്, അവരെങ്ങനെയെങ്കിലും കാണുമല്ലോ. ഓക്കെ, അപ്പോൾ PYQ നിങ്ങൾ ചെയ്ത് നോക്കണേ. സീരിയസ് ആയി പറയുകയാണ്. ഇത് ചെയ്ത് നോക്കിയതിൻ്റെ ഗുണം ഞാൻ പറയുകയാണെങ്കിൽ വേറെ ഒന്നും കിട്ടില്ല. സത്യമാണ്. PYQ നമ്മൾ വായിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് പറയുകയാണെങ്കിൽ SCRT NCRT ചാപ്റ്റേഴ്സ് നിങ്ങൾ ഈ റാങ്ക് ഫയലിന് പകരം ഇതിന് ലക്ഷ്യയുടെ തന്നെ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ ഈ 2 ഇവരുടെ പറയുന്നുള്ളൂ. ഞാൻ ലക്ഷ്യയുടെ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ ഇവരുടെ SCRT NCRT ചാപ്റ്റേഴ്സിൻ്റെ ബുക്സ് വാങ്ങിച്ചാണ്. ഇല്ലെങ്കിൽ സമഗ്ര പറഞ്ഞ ആപ്പിൽ നിന്ന് കിട്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ. അത് വാങ്ങിക്കുകയോ ചെയ്യുക, എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിരിക്കും. യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് SCRT NCRT ചാപ്റ്റേഴ്സ് കുറേ കംപ്ലീറ്റ് ചെയ്യാണ്ട്. 5ാം ക്ലാസ് തൊട്ടിട്ടും 6ാം ക്ലാസ് തൊട്ടിട്ടും NCRT 6ാം ക്ലാസ് തൊട്ടിട്ടുള്ള 12ാം ക്ലാസ് വരെ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് നമുക്ക് എന്താ പറയുക, അതായത് ഈ സോഴ്സ് എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇപ്പോൾ PYQ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു, ഇപ്പോൾ SCRT NCRT കാര്യങ്ങൾ പറഞ്ഞു. ഇത് മാത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് ഫോളോ ചെയ്തിട്ട് എൻ്റെ മാർക്ക് ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് 12 മാർക്ക് 13 മാർക്ക് 10 മാർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ 80 എബോവ് 70 എബോവ് എന്നൊക്കെ ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ടോട്ടൽ എനിക്ക് 67 ഒക്കെ എത്ര ഉണ്ടായിരുന്നു, 8 മാർക്ക് എത്ര പോയിട്ടാണെങ്കിൽ 64.53 അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഇത് ചെയ്തിട്ട് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഞാൻ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞൂലേ, ഇനിയുള്ളത് മലയാളമായിരുന്നു. മലയാളത്തിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദശുദ്ധിയുണ്ട്, പര്യായമുണ്ട്, വചനമുണ്ട്, ശൈലിയുണ്ട്, വിപരീത നാമം, ഇങ്ങനെ കുറേ ഷുവർ ടോപ്പിക്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PYQ മലയാളത്തിനൊന്നും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പദശുദ്ധിയും പര്യായം വിപരീതമൊക്കെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരിതിൽ PYQ നോക്കുക തന്നെ. ഇതിൻ്റെ മാക്സിമം ഞാൻ പറയും ഷുവറാണ്. PYQ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആ 10 മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ലേ. അതുപോലെ തന്നെ മാത്സിലും ഷുവർ ടോപ്പിക്കായിട്ടുള്ള സ്പീഡ് ആൻഡ് ടൈം, ഡിസ്റ്റൻസ്, വർക്ക് ആൻഡ് ടൈം, പൈപ്പ്, ടാങ്ക്, ഡിസ്കൗണ്ട്, റേഷ്യോ, ഇഷ്ടം പോലെ ടോപ്പിക് ഉണ്ട്. നമുക്ക് ഒരു ടോപ്പിക്ക് ഞാൻ മാത്സിന് ഒരു സാറിൻ്റെ ക്ലാസ് ഞാൻ സജസ്റ്റ് ചെയ്തത് ട്രിക്10 യൂട്യൂബ് ചാനലാണ്. ഞാൻ കാണുന്ന ഒരു ചാനലാണ്. മാത്സിന് വേണ്ടി ഞാൻ ആ ചാനൽ മാത്രമേ കാണാറുള്ളൂ. വേറെ എവിടെ നിന്ന് ഞാൻ സോഴ്സ് എടുക്കാറില്ല. എനിക്ക് അത്രയും 100% ആയതുകൊണ്ടാണ് ഞാൻ ആ മാത്സിന് വേണ്ടിയിട്ട് ഞാൻ ആ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. സാർ അടിപൊളിയാണ്, പൊളിയാണ്. കാരണം ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇനി ആരും മാത്സ് അറിയില്ല എന്ന് പറയില്ല. കാരണം എനിക്കും ഒന്നും അറിയാണ്ട് ഞാൻ ആ സാറിൻ്റെ ലോ ലെവൽ തൊട്ടിട്ട് ഹൈ ലെവൽ വരെ ആ സാറ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പ്ലേലിസ്റ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനും. ആ പ്ലേലിസ്റ്റൊക്കെ ഓരോ ദിവസം ഓരോ ക്ലാസ് കാണാൻ പറ്റുന്നവരാണെങ്കിൽ, വീട്ടമ്മമാർക്കൊക്കെ പരിമിതികളുണ്ട് കാണാനും വായിക്കാനും പഠിക്കാനും ഒക്കെ, അവരൊക്കെ ആണെങ്കിൽ പണി ചെയ്യണ സമയത്തോ ഹെഡ്സെറ്റ് കുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം മാത്സൊക്കെ കുറച്ച് കേട്ടാൽ തന്നെ ആ സാറ് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് ഫുള്ള് കാണുക എന്തെങ്കിലും ചെയ്തിട്ട്. ഞാൻ ആ സാറിൻ്റെ ക്ലാസ് അത്രയും അടിപൊളി ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സാറിൻ്റെ ക്ലാസ് പറയുന്നത് കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല.
ഇഷ്ടപ്പെടുന്നവർ ടിക്ടോക്ക് യൂട്യൂബ് ചാനൽ മാത്സിന് വേണ്ടി കാണുക, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീഡ് ആൻഡ് ടൈം, ഡിസ്റ്റൻസ്, കലണ്ടർ, അങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ PYQ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണും. അതിൽ PYQ നോക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇഷ്ടം പോലെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് എവിടെ നോക്കിയാലും കിട്ടും. PYQ നോക്കണം എന്നൊന്നുമില്ല. ടെലിഗ്രാം ചാനലാണ്, യൂട്യൂബ് ചാനലാണ്, സാറിന് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരും. അതൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ PYQ നോക്കുക, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നോൺ GK ക്വസ്റ്റ്യൻസ്, SCERT NCERT ചാപ്റ്റേഴ്സ്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ട്രിക്സ്. ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു 80%, 85%, 90% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലേ? ഷുവറാണ്, ഞാൻ ഉറപ്പാണ്. ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. അതായത് ഇതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം നിങ്ങൾ പഠിക്കും. എന്ത് സമയം, നമ്മുടെ സമയങ്ങളാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ സമയം എന്ത് ചെയ്യണമെന്ന്. ഞാൻ തീരുമാനിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സമയം, ഉറക്കം വരും, നമുക്ക് ബുക്കൊക്കെ എടുത്ത് ഉറക്കം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് പഠിക്കുകയാണെങ്കിൽ അത്ര മടുപ്പ് തോന്നില്ല. അല്ല, ചിലവർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ടഫുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടഫുള്ള ടോപ്പിക്സോ ടഫുള്ള വിഷയം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ, രാവിലെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതായത് മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തിരിക്കും. ആ സമയത്ത് ടഫുള്ള പഠിച്ചാൽ ചിലവർക്ക് അങ്ങനെയായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് പഠിച്ചാലാണ് ഒന്നും കൂടി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അതിൽ നിന്ന് ആപ്പുകളുണ്ട്, ഈ ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളുടെ ആവശ്യമാണ്, നമ്മളാണ് തേടിപ്പോണ്ടത്. ഓക്കെ, നമുക്കായിട്ട് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളും എന്താണെന്ന് വെച്ചാൽ തപ്പി പിടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടിയിട്ട് ഞാൻ തണ്ടാറുണ്ട്, അതാണ് സത്യം. അങ്ങനെ ഞാൻ പോവാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, പ്രീവിയസ് എന്തെങ്കിലും ചെയ്തതുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ക്വസ്റ്റ്യൻ കണ്ടൊരു ഓർമ്മ ഉണ്ടാവും നമുക്ക് എക്സാം സമയത്ത്. ആ സമയത്ത് നമുക്ക് ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എനിക്കിത് ഉറപ്പാണ്, ഷുവറാണ് പറഞ്ഞിട്ട് നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്ന സമയം വരും. ആ സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കുക എന്ന് ഷുവറായിട്ട് വരും എന്ന് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി ജോലി ചെയ്തിരിക്കാം. ഓക്കെ, ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് പറയും. നമ്മൾ പ്രയത്നിച്ചാലേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. വീട്ടമ്മമാരാണെങ്കിലും എനിക്കത് പറ്റുന്നില്ല, കുഞ്ഞുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം, ഹസ്ബൻഡ് ഉണ്ട്, അങ്ങനെയൊക്കെ കാരണങ്ങളാണ്, നമ്മുടെ എല്ലാം കാരണങ്ങളാണ്. ആ കാരണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തയ്യാറായിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതത്രയും നമ്മുടെ ഈ ഒരു PSC പഠനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എല്ലാ കാര്യത്തിലും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. എല്ലാവരുടെ കമൻറ്റ് വായിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരുടെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ ചാനലിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരൊന്നും ഞാൻ കൂടെ കൂട്ടാറില്ല. ഓക്കെ, പോസിറ്റീവായിട്ട് ചേച്ചി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എനിക്കിങ്ങനെയാണ്, കുറേ പേര് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് ഈ സമയത്താണ് വരുന്നത്, അവർക്ക് വേണ്ടി ടൈം ടേബിൾ തരുമോ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ടൈം ടേബിൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും വേണമെന്നുള്ളവർ നിങ്ങളുടെ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ അനുസരിച്ച് ഞാൻ ടൈം ടേബിൾ ഇടാം. അപ്പോൾ Day 1, Day 2, Day 3 എന്നുള്ള ടൈം ടേബിൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ കൊടുക്കാം. ടൈം ടേബിൾ ഞാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടൈം ടേബിൾ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം വെച്ചാൽ രാവിലെ വെച്ചാൽ ഉച്ചയ്ക്കാണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ രാത്രിയോ ഉറക്കം വെച്ചിരിക്കുന്ന പഠിക്കാൻ വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ യൂസ്ഫുൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോൾ പഠിക്കണം നിങ്ങൾ തീരുമാനിക്കുക. പഠിക്കണത് വൃത്തിക്ക് പഠിക്കുക. ടോപ്പിക്കൊക്കെ കവർ ചെയ്യണ രീതിക്ക് നിങ്ങളൊരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് വേണം ആ ഒരു വിഷയത്തിൽ വേറൊരു ടോപ്പിക്ക് എടുക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കേണ്ടവർ വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ എന്തായാലും തരും. പറ്റണ സമയത്ത് ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കരുത്. എപ്പോഴായാലും ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരാൻ പറ്റുന്നതാണെങ്കിൽ തന്നിരിക്കും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം.
അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോവുക, മസ്റ്റാണ്. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എക്സാം സമയത്ത് ആ ഒരു ഭാരം നമുക്കങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും. സെക്രട്ടേറിയറ്റ് പോയ എക്സാമുകൾക്കൊക്കെ മാർച്ച് വരെയുള്ള CM നോക്കണം. അപ്പോൾ അതുവരേക്കുള്ള മാർച്ച് വരെയുള്ളതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓരോ മാസത്തെ നിങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആ ഒരു സമയത്തേക്ക് ഭാരം കുറഞ്ഞു കിട്ടും. PYQ നോക്കുക, കറണ്ട് അഫെയർ നോക്കുക, നോൺ GK പോർഷൻസ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നോക്കുക, SCERT NCERT ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് പോർഷൻസൊക്കെ തീർത്ത് സെറ്റാക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ കുറച്ച് മോട്ടിവേഷനും കുറച്ച് ടിപ്സും കാര്യങ്ങളും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്